പാലക്കാട് അകത്തേത്തറ കുന്നുകാട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിലേക്കും അമ്പലത്തിനും അപ്പുറത്തുള്ള വീടുകളിലേക്കുള്ള വഴി പരിസരവാസികൾ കയ്യേറിയതായി പരാതി. മുൻപ് കാളവണ്ടിയടക്കം പോയിരുന്ന വഴി കയ്യേറ്റം മൂലം ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും കുന്നുകാട് ശ്രീനിവാസ് വീട്ടിൽ എം വിജയശങ്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കുന്നുകാട് അമ്പലത്തിലെ ഇരുവശത്തുള്ള ആളുകൾ അതായത് ഇപ്പൊ എന്താ വെച്ചാൽ ഈ രണ്ട് സ്ഥലത്തുള്ള ആളുകളുടെയും ഇപ്പോൾ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവരുടെ മുൻതലമുറയുള്ള ആളുകളുടെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളായിട്ടുള്ളത്. അതായത് അവരുടെ ഇപ്പോഴും ഭാഗം വയ്ക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് അവരുടെ ഇതില്ല. കല്യാണി ഇപ്പുറത്ത് കോമ്പി തന്നെ വാസു അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ അമ്പലം കമ്മിറ്റി, അവരുടെ അമ്പലം കമ്മിറ്റി, ഇത് എല്ലാവരും അമ്പലം കമ്മിറ്റി ഉൾപ്പെട്ടവരൊക്കെ തന്നെയാണ്. അമ്പലം കമ്മിറ്റി സ്ഥിരമായിട്ടൊരു ഇതില്ല. അവരുടെ കൂടിയിട്ട് നിശബ്ദം പാലിക്കുന്നതുകൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞ സ്ഥലം കൈയേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് വഴിക്ക് മുൻകാലങ്ങളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളവണ്ടി വന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടും അമ്പലം കൂടിയിട്ട് 36 4 സെന്റ് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അവിടെ തേക്കിന്റെ കാളൊക്കെയായിരുന്നു. അമ്പലത്തിലെ വിശേഷങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് ഇരുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിൽ ഇരുന്നവർക്ക് കാളവണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എഴുതി തന്നതിന് ശേഷം അത് അമ്പലം വിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം മൊത്തം നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ കാലഘട്ടത്തിലും പണ്ടത്തെ സിസ്റ്റത്തിനനുസരിച്ച് അച്ഛൻ വിശ്വാസമായതുകൊണ്ടും അവർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇവര് ആ വഴിയില്ലാതെ വരുന്നത്. കുഞ്ചുമേനോൻ എന്ന വ്യക്തിയിൽ നിന്നും തന്റെ അച്ഛൻ മാണിക്കൻ അമ്പലം കഴിച്ച ബാക്കി 35 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. അക്കാലത്ത് ഈ സ്ഥലത്തേക്ക് വരുന്നതിനുള്ള വഴിയാണിത്. അമ്പല കമ്മിറ്റിയിൽ പെട്ടവർ തന്നെയാണ് കയ്യേറുന്നതെന്നതുകൊണ്ട് മറ്റ് പരിസരവാസികൾ മൗനം പാലിക്കുകയാണത്രേ. മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ പരാതി നൽകിയെങ്കിലും വഴിയുള്ളതായി രേഖയില്ലെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും വിജയശങ്കർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരും സർവേ അധികൃതരും സംയുക്ത പരിശോധന നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.